എന്താ ഇവിടെ പണി? ഇപ്പം ഷാനാക്ക് രാവിലെ മദ്രസയ്ക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് സ്കൂൾക്ക് റെഡി ആവാനുള്ള യൂണിഫോം ഒക്കെ അതാ സെറ്റാക്കി വെച്ചിരിക്കണം അല്ലേ? ഇതെന്താ അത്? ഇത് എന്താ ഓരോ കളർ തപ്പിയെടുക്കാതിരിക്കാൻ വേണ്ടി മൊത്തം ഒട്ടി വെച്ചതാ. എങ്ങനത്തെ വലിയ പോലത്തെ ഒരു ബണ്ണുണ്ടായിരുന്നില്ലേ? അറിയില്ല. ഒരു റബ്ബറിന്റെ പോലത്തെ. ഞാൻ ഒരു ഗോൾഡൻ മതി എന്ന് പറഞ്ഞതാ. കയ്യിലിടണതോ? ഓർമ്മല്ല. അപ്പോൾ സമയം ഇത് 6:57. ഒരു 7:15 മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 7 മണി 7:05 ആവും. വണ്ടി ഇടയ്ക്ക് നേരം വഴുകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഷാന സ്കൂളത്തത് പിന്നെ മദ്രസത്തത് ഇപ്പം ഇനിയിപ്പോൾ എടുത്തിട്ട് പോകും കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഷാന സ്വീറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷാന രാവിലെ മദ്രസയ്ക്ക് ഇറങ്ങുന്നത് മുതലുള്ള വീഡിയോ ആണല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ അവിടെ? ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടിയൊക്കെ വരും കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ല രാവിലെ ഇങ്ങനെ എണീറ്റ് പോകണതുകൊണ്ടല്ലേ. രാവിലെ വിളിക്കുമ്പോൾ ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ പിന്നെ അത് ഒരുപാട് നേരത്തെ അല്ല കേട്ടോ. കാരണം 6 മണിക്കൊക്കെ എണീച്ച് പോകണം. മദ്രസൊക്കെ ഉള്ള മക്കൾ എത്ര മണിക്ക് എണീക്കണം? അപ്പോൾ 6 മണിക്ക് ഫസ്റ്റ് ബാച്ച് ഉണ്ട് ഇവർക്ക് കേട്ടോ, ബാച്ച്. പിന്നെ സെക്കൻഡ് ബാച്ചാണിപ്പോൾ 7:15 to 8:15 വരെ ഉള്ളത്. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ടാണ്, കുറേ നേരത്തെ എഴുന്നേറ്റ് പോകണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. പറയൂ. പക്ഷെ എ ബാച്ചിലാണെങ്കിൽ നമുക്ക് രാവിലെ 5 മണിക്ക് എണീക്കേണ്ടി വരും. എന്നിട്ട് 6 മണിക്ക് പോയിട്ട് 7 മണിക്ക് ബെല്ലടിച്ചിട്ട് വരും. പിന്നെ തിരിച്ച് പിന്നെ അതല്ല കേട്ടോ, 6 മണിക്കുള്ള മദ്രസ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്കൂൾക്കൊക്കെ ഫ്രീ ആയി കഴിച്ച് മാറ്റി പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം കഴിച്ച് ഓടേണ്ട അവസ്ഥ ഒന്നുമില്ല കേട്ടോ അല്ലേ? ബാച്ചിക്ക് മാറണോ? ഇപ്പം എന്തായാലും ഈ വർഷം അങ്ങനെ പോട്ടല്ലേ? വേണ്ട അല്ലേ? നോക്കാം. എന്താ ഫ്രണ്ട്സിനെ എന്തൊക്കെ കൂട്ടുകൂടിയതാ, ഇനി പിന്നെയും കൂട്ടുകൂടണ്ടേ? അതാണോ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. നിനക്കിങ്ങനെ സമയത്തിന്റെ പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശമുള്ളവര് ചിലവരൊക്കെ എൻ്റെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. വേണ്ട, എപ്പോഴും ഈ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ലാസ്റ്റ് ഇവൾ തന്നെ പറയും അതന്നെയായിരുന്നു നല്ലത്, കുറച്ച് നേരം കൂടെ ഉറങ്ങായിരുന്നു എന്നൊക്കെ. ഇപ്പം ഇത്തിരി നേരം വൈകി കിടന്നാലും നമുക്ക് സമാധാനം ഉണ്ടല്ലോ. കാരണം ഒരു 7:15 അല്ലേ മദ്രസ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ അല്ലേ? ഇപ്പോൾ 4ാം ക്ലാസ് ആയില്ലേ. പിന്നെ ഷാന പോയി കഴിഞ്ഞപാട് ഞാൻ വേഗം ഗേറ്റ് അടക്കും കേട്ടോ. കാരണം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് കണ്ട വേഗം നായ കയറും കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി. മെയിൻ നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം ഈ നായ്ക്കളുടെ ശല്യം കാരണമാണ് കേട്ടോ. എന്താ വെച്ചാൽ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങോട്ട് കയറി മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചളിയിലൊക്കെ ഇങ്ങനെ പിനഞ്ഞിട്ട് നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ആകെ ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ മുറ്റത്ത് ഇപ്പോൾ നമുക്ക് അടിച്ചു വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ തെങ്ങും പ്ലാവും ഒക്കെ നമ്മൾ കട്ട് ചെയ്തില്ലേ. പിന്നെ ഇപ്പം അവിടെ കാണുന്ന ഒരു മാവ്, പിന്നെ വേറെ എന്തോ ഒരു മരം, അവിടെ നിന്ന് ഇങ്ങനെ 2-3 ഇല ഇങ്ങനെ കൊഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പം അത് രാവിലെ തന്നെ കാണുമ്പോൾ വേഗം പെറുക്കി ആ തൊടിയിക്കിടും. അപ്പം നമുക്കിവിടെ ചൂലും കൊണ്ട് തൊടേണ്ട ആവശ്യമില്ല. പിന്നെ പുല്ല് ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു പച്ചക്കളർ കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഇത്തിരി ചെറുതാകുമ്പോഴേക്കും തന്നെ പറിച്ച് കളയും കേട്ടോ. അത് എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ്. കുറേ ഇങ്ങനെ കാട് കൂടി പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം രാവിലെ അവൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നൊരു ഭാഗം ഫുള്ള് നടന്നു നോക്കും. അപ്പം കാണുന്ന ആ ഒരു 2-3 പുല്ല് വേഗം കൈയോടെ അങ്ങോട്ട് പിഴുത് മാറ്റും. അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നമ്മൾ കുറേ ഇങ്ങനെ നിന്ന് പണിയെടുക്കണേ നല്ലതല്ലേ. 1-2 മിനിറ്റ് നമ്മൾ ഡെയിലി ആ ഒരു സംഭവങ്ങൾക്ക് മാറ്റി വെക്കണത്. ഇപ്പം നമുക്ക് ഈ എയർ ഫ്രയർ നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം എന്തെങ്കിലും പെട്ടെന്ന് ചൂടാക്കാൻ കാര്യങ്ങൾക്കൊക്കെ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഈ ഒരു പേജിൽ മെൻഷൻ ചെയ്യാം. ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല, ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല വില കുറവിലൊക്കെ കാണാനുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം.
ഇപ്പം കണ്ടില്ലേ നമ്മുടെ മത്തി ഇന്നലെ പൊരിച്ചതാണ് കേട്ടോ. അപ്പം ഷാനയ്ക്ക് ഇപ്പോൾ സ്കൂൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫുഡ് ഞാൻ പറയാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറയാറില്ല, ഇവിടുന്ന് കൊണ്ടുപോകുകയാണ് കേട്ടോ. സ്കൂളിലുണ്ട്, എന്നാലും ആൾ ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ഇങ്ങനെ ഒരു പാത്രം ഇറക്കി വെക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടില്ലേ, ഇതിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗ്രില്ല് ഉണ്ട് കേട്ടോ ഇത് വയ്ക്കാനായിട്ടൊക്കെ. അപ്പം ഞാൻ അതിലിങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും യൂസ് ചെയ്യാമല്ലോ പറഞ്ഞിട്ട് ഈ ഒരു സാധനത്തിൽ ഡയറക്റ്റ് വെക്കില്ല കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ട്രേ ഇതിൽ വെച്ച് കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, അഴുക്ക് അവിടെ വെച്ച് ഞാൻ അതും മാറ്റി വെച്ചു. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക, അതേപോലെ ചോറ് ചൂടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ട്രൈ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റാണ് ഇതിലോട്ട് കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇൻഷാല്ലാ ഒരു തവണ ഇതിൽ കേക്ക് ബേക്ക് ചെയ്ത് നോക്കണം എന്നുണ്ട്. ഞാൻ കുക്കറിലൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഇതിലൊരു തവണ ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. അപ്പം ഇത് പീജിയൻ്റെ എയർ ഫ്രയർ ആണ് കേട്ടോ. അപ്പോൾ വേറെയും ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാണാനൊക്കെ ഒരു ചന്തം നമ്മുടെ ഒരു പീജിയൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഇതൊരു പർപ്പിൾ കളറെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാക്കി വന്ന ഭക്ഷണമൊക്കെ ചൂടാക്കി എടുക്കാൻ പെട്ടെന്ന് പുറത്ത് നമ്മൾ അന്നന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ ചൂടാക്കാനൊക്കെ ഒരു 2-3 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ അപ്പോൾ ഉണ്ടാക്കിയ ഒരു ഫുഡ് പോലെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ യൂണിഫോം മാറ്റിയ പാടുതാ ഷാനയ്ക്ക്. പിന്നെ എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ മുടി കെട്ടി കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ കെട്ടി പോകാറുണ്ട്. ഇപ്പോൾ 2 സൈഡ് 2 ആഴ്ചയായിട്ട് ഇങ്ങനെ 2 പുറം കെട്ടിയിട്ടാണ് പോവുക കേട്ടോ. അത് ചില ആളുകൾക്ക് ഇതിങ്ങനെ എന്താ പറയുക 2 സൈഡ് കെട്ടിക്കൊടുക്കാൻ പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല. അതിനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിനക്ക് ട്രിക്ക് അറിയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ ഒരു കോമ്പില്ലേ, ഒരു സൂചിമൊന പോലുള്ള കോമ്പ്, അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇവരുടെ ആ ഒരു മൂക്കിൻ്റെ ആ ഒരു ഭാഗമല്ല അവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയിട്ട് ആ ഒരു അങ്ങനെ പിടിച്ചിട്ട് നേരെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഷെയ്ക്ക് ആവാതെ ആ ഒരു കോമ്പ് കൊണ്ട് തന്നെ ഡയറക്റ്റ് താഴത്തോട്ട് വന്ന് മുടിതാ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടോ. ചിലർക്ക് ഇതുപോലെ 2 പുറം കെട്ടിക്കൊടുക്കാനൊക്കെ മടി, ഇതുപോലെ എന്താ പറയുക ഈ ഒരു ലൈന് സ്ട്രൈറ്റ് ആയിട്ട് വരില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ചീർപ്പൊന്നും എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ, സാധാ ചീർപ്പല്ലേ ഉണ്ടാവുക. അതും കൊണ്ടും ആവും കേട്ടോ. പക്ഷെ ഇതുകൊണ്ട് ഒന്നും കൂടെ ഇങ്ങനെ ഷാർപ്പ് എഡ്ജ് കാരണം നമുക്ക് വേഗം എന്താ പറയുക കെട്ടിക്കൊടുക്കാൻ പറ്റും. ഇപ്പം ഷാന രാവിലെ തല നനയ്ക്കാറില്ല കേട്ടോ, വൈകുന്നേരം വന്നിട്ടാണ്. കാരണം മുടി ഇത്തിരി ലെങ്ത്തൊക്കെ ഉള്ള കാരണം നനച്ചതുപോലെ കെട്ടിപ്പോയി കഴിഞ്ഞാൽ മുടി ഡാമേജ് ആവും. അപ്പോൾ വൈകുന്നേരം വന്നിട്ടാണ് തല നനച്ച് കുളിക്കുക. അപ്പോൾ ഇതാ 9:05 കേട്ടോ. ഇന്നിപ്പം എന്തോ നേരത്തെയാണ്, മറ്റേത് 9:10 ആയി കഴിഞ്ഞാലാണ് കഴിക്കണവിടത്തു നിന്ന് അങ്ങോട്ട് വരുള്ളൂ. അതെ, ഞാൻ പറയാറുണ്ട് ഇനിയിപ്പം അടുത്ത വർഷം എന്താ പറയുക 5ാം ക്ലാസ്സിൽ ഇങ്ങനെ പെറ്റിക്കോട്ടൊന്നും അല്ല കേട്ടോ, സാധാ ചുരിദാർ, പിന്നെ അതിൻ്റെ മേലൊരു ഓവർ കോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. അപ്പോൾ 2 സൈഡ് കെട്ടൽ ഞാൻ പറഞ്ഞു ഈ വർഷം കൂടെ ഉള്ളൂ. അടുത്ത വർഷം ഇവർക്ക് യൂണിഫോം ചുരിദാറും അതേപോലെ മേലൊരു ഓവർ കോട്ട് പോലെ ഒരു കോട്ടും വരുന്നുണ്ട് കേട്ടോ. ഈ കളർ തന്നെയാണ്, പക്ഷെ ടോപ്പ് ചുരിദാർ ടൈപ്പ് ആവും, ഷർട്ടും ഇതുപോലെ പെറ്റിക്കോട്ടും ആയിരിക്കില്ല. അപ്പോൾ പിന്നെ കോട്ട് ഗ്രേ കളറ്, പാൻറ്റും ഗ്രേ. അപ്പം എന്താ പറഞ്ഞു വന്നത്? ഓക്കെ. അപ്പോൾ അതൊരു
സുഖം ഉണ്ടാവില്ല ഈ 2 പുറം കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 1 വർഷം കൂടെ ഉള്ളൂ ഈ 2 പുറം കെട്ടി മുടി കുലുക്കി പോക്കൊക്കെ അല്ലേ. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ഈ 2 പുറം കെട്ടുമ്പോൾ പ്രത്യേകിച്ചൊരു ഭംഗിയായിരിക്കും അല്ലേ. അപ്പം എന്തായാലും 4 വർഷം അതുപോലെയൊക്കെ കെട്ടിപ്പോയില്ലേ. ഓക്കെ, ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഷാനാൻ്റെ പൗഡർ ഇടലും മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവളങ്ങോട്ട് പോകും. ഞാൻ അവൾക്ക് ലഞ്ച് റെഡിയാക്കട്ടെ. അപ്പോൾ ഇത് ഷാനാക്ക് ഇന്നലെ ലൈവ്സ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ എന്നുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതും ബാക്കി 3 ഞാൻ വെട്ടിയതാണ്. അപ്പോൾ അതാണ് ഷാനാൻ്റെ വണ്ടി വരാനായി. ഇതുവരെ നമ്മുടെ മിന്നൂസ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. നല്ല മഴയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വഴിക്ക് എന്തായാലും കൊണ്ടാക്കി കൊടുക്കണം. കുട വെറുതെ നനക്കണ്ടല്ലോ, അവിടെ പോയിട്ട് എടുത്തോട്ടെ. അപ്പോൾ ഓക്കെ, നീ സ്കൂൾ വിട്ട് വന്നിട്ട് കാണാം അല്ലേ. 2 ദിവസം നല്ല കുറവുണ്ടായിരുന്നു മഴയ്ക്ക്. അപ്പോൾ അതാ നല്ല പെരുമഴ. കണ്ടില്ലേ, നല്ല അടിപൊളി മഴ. നമ്മുടെ മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഷാനയ്ക്ക് ഒരേ സങ്കടം കേട്ടോ. കാരണം ഷാന പോകുന്ന സമയത്ത് മിന്നൂസ് എഴുന്നേറ്റില്ലല്ലോ. ഇതിങ്ങനെ വണ്ടി കയറുമ്പോൾ ഇങ്ങനെ പറയുണ്ടായിരുന്നു. അപ്പോൾ മിന്നൂസിനും ചെറുതായിട്ടൊരു മിസ്സിങ് ഉണ്ട്. എന്തൊക്കെയോ എവിടേക്കോ അന്വേഷിക്കുന്നുണ്ട് ആള്. ഇല്ല മിന്നുവോ? അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. എന്നിട്ട് ഇതാ ഒരു ദോശൻ്റെ ഒരു 1/4 ഭാഗമുള്ളൂ കേട്ടോ. ഇന്ന് എന്തോ ആൾക്ക് കഴിക്കാനൊരു മടി. ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി കളയൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കും. അപ്പം ഇനി എന്തായാലും ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി പിന്നെ കുറച്ച് നേരം ഇവിടെ നടക്കുന്ന സമയത്ത് ആൾ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചെടികളിൽ ആ ചട്ടിയിലൊക്കെ വെള്ളം നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ ചീഞ്ഞു വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ അതാണ് കഴിഞ്ഞ പാട് പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി ആ ചട്ടിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും അതുപോലെയൊക്കെ ആവണം. ഇത്തിരി വെയിൽ കൊള്ളുമ്പോൾ നല്ലതാണല്ലോ. പുറത്ത് നല്ല മഴ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ലഞ്ചിന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്, ഒരു കുറവുമില്ല കേട്ടോ. മിന്നൂസ് എഴുന്നേറ്റ് വീണ്ടും കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത ഉറക്കമായിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേക്കൂട്ടോ, പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇതങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ രാവിലെ ഷാന ചോറ് കൊണ്ടുപോകണ കാരണം ചോറൊക്കെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഷാനെന്ന് മീനെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ രാവിലെ കാണിച്ചല്ലോ അല്ലേ. അപ്പം നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മീനുണ്ട്, 2 മീനുണ്ട്. പക്ഷെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുമ്മക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീട്ടിലെ ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ വെക്കുമ്പോഴേ ഇങ്ങനെ ഉള്ളി തൊലിക്കാൻ അതേപോലെ ഒക്കെ നമ്മൾ എടുക്കില്ലേ. അപ്പം പച്ചക്കറി ആയാലും മീറ്റായാലും ഒക്കെ വെക്കുമ്പോൾ അപ്പം ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയൊരു മുറം പോലെയൊക്കെ. അപ്പോൾ അതിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടില്ലേ തൊലി കാര്യങ്ങളൊക്കെ ഇതിനങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റൗവിൻ്റെ സൈഡിലുള്ള ആ ഒരു വൃത്തികേടൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ വേസ്റ്റ് ഇതിലിട്ടിട്ട് ലാസ്റ്റ് ഇതങ്ങോട്ട് പോയിട്ട് പുറത്ത് കൊണ്ടേ കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ എന്തായാലും വീഡിയോ അതെടുക്കുന്നില്ല. ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ വാട്ടിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. വെള്ളം പിന്നെ ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ നിന്ന് ഇറങ്ങും, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് ഞാൻ വീഡിയോയിൽ മുന്നേ എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഷാനാസ് വേൾഡ് ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പം ഇനി വേഗം വൈകിപ്പിക്കാതെ മിന്നൂസ് എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ട് കാണാം. പ്ലീസ്, നിങ്ങൾക്കുണ്ടോ ഈ ഒരു സ്വഭാവം?
ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ മധുരം ഇടയിലിടയിൽ കഴിക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ വല്ല ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ലഡു അങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമൊന്നുമില്ല, ചിപ്സ് അമൃപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ. ആദ്യമൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അടുത്ത കാലത്തായിട്ട് ഈ ഒരു ക്ഷീണം തുടങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ അറിയാം, എന്നാലും ഇടയിൽ ഒരു മധുരം കഴിക്കാൻ തോന്നും. ഇത് കഴിച്ചാൽ അറിയാം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. നമ്മളെ ചെമ്മീൻ റോസ്റ്റ് കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തക്കാളിയൊക്കെ വഴന്ന് വരെ അടച്ചു വെച്ചിട്ടുണ്ട്. നല്ല മഴ, ഒരു കുറവില്ല, പറഞ്ഞ ഒരു കുറവില്ല. അപ്പം അങ്ങനെ കുളിയും ചോറുന്നലൊക്കെ കഴിഞ്ഞു കേട്ടോ. മിന്നസ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല, ഇനിയിപ്പോൾ എന്തായാലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആൾ എഴുന്നേക്കും. അപ്പൊ എനിക്കൊരു ഷോർട്ട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ വേഗം ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഷോർട്സും ഇതിന്റെ കൂടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി അതിന്റെ കുറച്ച് പരിപാടികളായിട്ട് കഴിയും. പിന്നെ ഇനിയിപ്പോ ഷാന സ്കൂൾ വിട്ടിട്ട് ഇപ്പൊ ഏകദേശം 2:40 ആയിട്ടോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കണില്ല, മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോ ഇനി ഷാന വന്നിട്ട് കാണാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ആളില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പോകുമ്പോ അവള് കണ്ടതും അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പറയോ ഞാൻ വരുമ്പോഴേക്കിനും എന്താ വീഡിയോ നിർത്തിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഷാന വന്നതിന് ശേഷമുള്ള വീഡിയോ കാണാം. കസേരയിൽ കേറാതിരിക്കാൻ ഞാൻ അവിടെ കൊട്ട കയറ്റി വെച്ച്. എവിടെ പോവാ? ഇവിടെ വാ, ഇവിടെ വാ. എന്നിട്ട് നോക്ക്, ഷാനാന്റെ ട്രൗസറൊക്കെ അതാ കൊട്ടയെന്ന് വലിച്ചു വാരി ഇട്ടേക്കണു, ഒരെണ്ണം പോലും അതിലില്ല അല്ലേ? ആരാ ഈ പണി ഒപ്പിച്ചു ഇവിടെ? മിന്നുവാ? ആ താത്ത വരട്ടെ, ഇപ്പൊ കിട്ടും അടി. ആയിക്കൂടെ കേറി നടക്കുന്നു. എന്താപ്പ എന്റെ വിചാരം? ഇത് കണ്ടോ ഒക്കെ? നീ എന്താ ഇവിടെ ഗുണ്ടായിസ് നടത്തുന്നുണ്ടോ? അതിമ്മ കയറാതിരിക്കാനുള്ള പ്രതികാരം അല്ലേ മിന്നുവാ? ഇനി 2 കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് താഴെ ഇട്. നോക്ക്, ക്ഷീണിച്ചോ? മിന്നുവാ താത്താനെ ആരാത്? ഷാനദാ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞിട്ട് മുടി കച്ചറ പിച്ചറാക്കിയിട്ടിരിക്കുന്നുണ്ട്. എന്താ മുടിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ രാവിലെ എടുത്തിട്ട് നല്ല എന്താ പറയുക കറക്റ്റ് സ്ട്രൈറ്റ് ലൈനൊക്കെ ആക്കി പോയ മുടി നല്ല രസമുണ്ടല്ലോ. ഇതെന്താ നീല പാൻറ്റിക്ക് നീലവള മാച്ചാക്കിയതാണോ? ഓ നാളെ എന്താണ് കർക്കിടകം 1? നാളെ നല്ല മഴ ഉണ്ടാവും. അപ്പം സ്കൂൾ ലീവാണെങ്കിൽ സുഖമായിരുന്നു. പക്ഷെ അറിയില്ല കേട്ടോ, മഴ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കളക്ടർ അവധി കൊടുക്കും. കർക്കിടകം ആയതുകൊണ്ട് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇന്നും നല്ല മഴയായിരുന്നു. നമ്മൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വിടും വിചാരിച്ചില്ല. എന്താ മിന്നൂസേ? ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ നാളത്തെ കാര്യം നാളെ അറിയുള്ളൂ അല്ലേ? ആരാ അവിടെ ഒച്ചുണ്ടാക്കണ്? ആരാ അവിടെ ഒച്ചുണ്ടാക്കണ്? ഷാന, നല്ല അടി കിട്ടൂട്ടോ നിനക്ക്. അടി വേണോ? അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കുറച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ സ്കൂൾ ഇല്ലാത്ത ദിവസം നീ സൂപ്പിടണ്ട. ഓക്കെ, അപ്പൊ ഒരു ദിവസം സ്കൂൾ ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നാണ് ഷാന പറയുന്നത്. നമുക്കത് വരവിൽ വെക്കാം, കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പം സ്കൂളില്ലാത്ത ദിവസം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ഇനിയോ ഒരു ടാറ്റ കൊടുത്താ?
മിന്നൂസിന് ക്ഷീണമായി കേട്ടോ. ടാറ്റാ.